ഞങ്ങൾ ഫൈനൽ കളിച്ച് തോറ്റോലാടോ. നിങ്ങൾ ഫൈനൽ പോലും എത്താതെ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ അത് ഞങ്ങൾക്കുള്ള അപമാനമായിട്ട് നിങ്ങൾ ഒരിക്കലും കൂട്ടണ്ട. കാരണം എന്താ അറിയോ, അർജന്റീന എന്നും എത്രത്തോളം വലിയ ടീമാണെന്ന് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളെ ഈ ആഘോഷം. എനിക്ക് സ്പെയിൻ്റെ ആരാധകരോട് അസൂയ. പക്ഷെ ഞാൻ ചോദിക്കണതല്ല, സെമിയിലും ഫൈനലും പോലും എത്താത്ത ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസും നിങ്ങളെ രാജ്യം ലോപ്പ് നേടിയവരെയാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്. സ്പെയിന് ജയിച്ചതല്ല, അർജന്റീന തോറ്റതാണ് ആഘോഷപ്പെടെ കൂടുതൽ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അതാണ് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഫാൻസും നമ്മളെ ഫാൻസും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ ലോപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ജേഴ്സിയിലാണ്. തോറ്റാലും ജയിച്ചാലും ഞങ്ങൾ ജേഴ്സി മാറിയിട്ടില്ല. പക്ഷെ ഇവിടെ ചിലവർക്ക് ഓരോ മത്സരത്തിനും ഓരോ ജേഴ്സിയാണ്. ഇന്ന് ബ്രസീൽ, നാളെ സ്പെയിൻ, മറ്റന്നാൾ വീണ്ടും വേറെ ഏതോ ടീം. കാരണം ഓരോ ഫേവറേറ്റ് ടീം സ്വന്തം രാജ്യമല്ല. അർജന്റീനനെ ഏത് ടീമാണോ തോൽപ്പിക്കുന്നത് അതാണ് ഓരോ ഫേവറേറ്റ് ടീം. 2026 ലോപ്പിന്റെ റെക്കോർഡ് ചരിത്രത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ വിന്നേഴ്സ് സ്പെയിനും റണ്ണേഴ്സ് അപ്പോൾ അർജന്റീന ഉണ്ടാവുള്ളൂ. അല്ലാതെ പോർച്ചുഗലിന്റെയും ബ്രസീലിൻ്റെ ഒക്കെ ആ കളിൻ്റെ പെർഫോമൻസ് എവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. 2026 ലോപ്പിന്റെ ചരിത്രം എന്തെങ്കിലും നമ്മളെടുത്ത് നോക്കുമ്പോൾ അന്ന് ഫൈനലിസ്റ്റ് സ്പെയിനും റണ്ണേഴ്സ് അപ്പോൾ അർജന്റീന എന്നാണ് ചരിത്ര ബുക്കിലുണ്ടാവുക. ഞങ്ങൾ ഫൈനൽ കളിച്ച് തോറ്റോലാടോ. നിങ്ങൾ ഫൈനൽ പോലും എത്താതെ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ അത് ഞങ്ങൾക്കുള്ള അപമാനമായിട്ട് നിങ്ങൾ ഒരിക്കലും കൂട്ടണ്ട. കാരണം എന്താ അറിയോ, അർജന്റീന എന്നും എത്രത്തോളം വലിയ ടീമാണെന്ന് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളെ ഈ ആഘോഷം.